കപ്പലുകൾ പറയുന്ന കഥയുണ്ട്. കപ്പലുകൾക്കകത്ത് കൊല്ലപ്പെടുന്ന മനുഷ്യരുണ്ട്. കപ്പലുകൾ വെച്ച് അക്രമങ്ങളും വമ്പും കാണിക്കുന്ന ചില വർത്തമാനകാല എന്നല്ല, ഈ വർത്തമാനകാല മണിക്കൂറിലെ ചില വാർത്തകളാണ് പങ്കുവെക്കാറുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഹോർമിസ് മുഴുവൻ തുറന്നിട്ടിരിക്കുകയാണ്, ഹോർമിസിലൂടെ ഏത് കപ്പലിലും കടന്നു പോകാം, ഹോർമിസിൽ ഞങ്ങൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു, അവിടെ നിൽക്കുന്നതിന് 20% വേണം, പിന്നൊന്നും വേണ്ട, ഞങ്ങൾ തകർത്തു തരിപ്പണമാക്കി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം UK മരിടൈം ട്രേഡ് ഓപ്പറേഷൻ ഏജൻസി പറയുന്നത് തങ്ങൾക്ക് അനാഥമായി, അതായത് ആരുമില്ലാതെ ഒമാൻ്റെ ഒരു കപ്പൽ തങ്ങൾക്ക് ലഭിക്കുകയുണ്ടായെന്നും അതിൽ പ്രവർത്തിച്ചിരുന്ന ക്രൂസ് അഥവാ അതിലെ ജീവനക്കാർ ഏതോ തരത്തിലെ അക്രമമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറാനിയൻ അക്രമത്തെ ഭയന്ന് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്നുമാണ് അവർ പറയുന്നത്. എങ്ങനെ ഇരിക്കണ് കഥ? സംഗതി വലിയ സുരക്ഷിതമാണ്, എല്ലാം ഭദ്രമാണ്, ഒരു കപ്പലിനും ഒരു കുഴപ്പവുമില്ല, ഹോർമിസ് മരക്കെ തുറന്നു കിടക്കുന്നു, ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, നിർണായക വിജയത്തിനടുത്തെത്തി എന്ന് പറയുമ്പോഴാണ് ഒരു കപ്പലിലെ ക്രൂ ആ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോയിട്ട് കപ്പൽ അനാഥമായി ഒഴുകി തങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന് UK മരിടൈം ട്രേഡ് ഏജൻസി പറയുന്നത്, തങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്. ഇതാണ് അവിടുത്തെ സ്ഥിതി. എന്നിട്ട് വമ്പ് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആക്രമിക്കുന്നു എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും നടത്തുന്നു എന്നുള്ളതല്ലാതെ അതിനു പകരമായി കുവൈറ്റിലും ബഹ്റൈനിലും കനത്ത അടി ലഭിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതിൽ യാതൊരു കാര്യവുമില്ലെന്നാണ് ഹോർമിസിൽ അവസ്ഥ സൂചിപ്പിക്കുന്നത്. ഹോർമിസിൽ 3 കപ്പലുകൾ തങ്ങൾ കത്തിച്ചുവെന്നും അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഏജൻസിയുടേതാണെന്നുമാണ് പറയപ്പെടുന്നത്. അവിടെ മരിച്ച അമേരിക്കൻ പട്ടാളക്കാരുടെ എണ്ണം 17ആയി. സാധാരണ ലോകം മുഴുവൻ അവർ കൊല്ലാറേ ഉള്ളൂ, അവരുടെ രാജ്യത്ത് കൊല്ലപ്പെടാറില്ല, മരിക്കാറില്ല. പക്ഷേ 17 പേർ മരിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലെത്തി. അതാണ് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം. അവകാശപ്പെടുന്നത് പോലെയോ വമ്പ് പറയുന്നത് പോലെയോ അല്ല സ്ഥിതി. ഇപ്പോഴും ഹോർമിസിൽ IRGC നിയന്ത്രണവും അവരുടെ ആക്രമണവുമാണ് തുടരുന്നതെന്നും അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിച്ച് എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കലാണ് ലോകത്തിന് നല്ലതെന്നും അല്ലാത്തതെല്ലാം ലോകത്തിന് നാശമാണെന്നും ഇയാൾക്കൊരു വെളിപാടുണ്ടാവാൻ വേണ്ടി, ഒരു തിരിച്ചറിവുണ്ടാവാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയ സമുദായ ഭേദം മറന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറയാറുള്ളത്. രണ്ടാമത്തെ മറ്റൊരു കപ്പൽ ആക്രമണം കണ്ടത് ഉക്രൈനിൽ ഒരു ചരക്ക് കപ്പൽ റഷ്യ ആക്രമിച്ച് 15ഓളം പേർ മരിച്ചു. അതിലൊരാൾ മലയാളിയാണ്, നമ്മുടെ നാട്ടുകാരനാണ് ഈ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. എത്ര ദാരുണമായ സംഭവമാണ്! കടലിൻ്റെ നടുക്ക് നിസ്സഹായരായ മനുഷ്യരുടെ മേലാണ് യുദ്ധമെന്ന പേരിൽ ഈ ആക്രമണം നടക്കുന്നത്. ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ആക്രമിച്ചത് റഷ്യ ആയതുകൊണ്ടും അത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആക്രമണത്തിനിടയിലായതുകൊണ്ടും കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ചില സവിശേഷ സ്വഭാവമുള്ള വിദ്വേഷ ജന്തുക്കൾക്ക് ഇത് വിദ്വേഷ പ്രചരണത്തിനുള്ള ഒരു സംഗതിയായി മാറില്ല എന്ന് മാത്രമല്ല, അപലപിക്കലും ആദരാഞ്ജലികൾ അർപ്പിക്കലും ഗണ്യമായി കുറവുമായിരിക്കും. ഏതായാലും ആ സഹോദരൻ്റെ ആത്മാവിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നഷ്ടപ്പെട്ട കുടുംബത്തിന് ഒരു ഒന്നും പരിഹാരമല്ല, എങ്കിൽ പോലും അതല്ലാതെ നമുക്കൊന്നും പറയാനുമില്ല. അവർക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.